തൃശൂർ പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കന്നാറ്റുപാടം സ്കൂളിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിലാണ് പുലി പശുക്കുട്ടിയെ കൊന്നത്. തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? ഷമി, അടുത്ത കാലത്തായി പാലപ്പള്ളിയിൽ പുലിയുടെ ശല്യം രൂക്ഷമായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയതായി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് 3-ാം തവണയാണ് പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊല്ലുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നത് കന്നാറ്റുപാടം സ്കൂളിന് സമീപത്താണ്. സ്കൂളിന്റെ തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടത്തിലാണ് പശുക്കുട്ടി പാത തിന്ന നിലയിൽ പശുക്കുട്ടിയുടെ ജഡം ഇന്ന് രാവിലെ കണ്ടെത്തിയത്. ജനവാസ മേഖലയാണിത്. സ്കൂളിലേക്ക്, അതായത് ഈ പശുക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയ സ്ഥലത്തു നിന്നും ഒരു 30 മീറ്ററോളം ദൂരം മാത്രമാണ് സ്കൂൾ കെട്ടിടത്തിനടുത്തേക്കുള്ളത്. അത്രയും അടുത്താണ്. ജനവാസ മേഖലയും സ്കൂളും അടുത്തുള്ളത് കൊണ്ട് തന്നെ വളരെ ആശങ്കയിലാണ് ജനങ്ങൾ. പലപ്പോഴും ഈ മേഖലയിൽ അടുത്ത കാലത്തായി രാത്രി ജനങ്ങൾ പുറത്തിറങ്ങാറില്ല. അത്രയും ഭീതിയാണ് പുലി ഇറങ്ങുന്നത് കൊണ്ടുള്ളത്. കുറച്ചു കാലമായി ഇടയ്ക്കിടെ പുലി വരുന്നതും പശുക്കുട്ടികളെ തിന്നുന്നതും, തോട്ടത്തിൽ കെട്ടിയിട്ടിരുന്ന പശുവിനെയും പശുക്കുട്ടിയും ഒക്കെ തിന്ന സംഭവങ്ങൾ അടുത്തിടെ പലതവണ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും അടുപ്പിച്ച് തുടർച്ചയായി ഉണ്ടാകുന്നത് ഇതാദ്യമാണ്. സ്കൂൾ വരെ പുലി എത്തിയതിൽ വലിയ ആശങ്കയാണ് ജനങ്ങൾക്ക്. സ്കൂൾ തുറക്കാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സാഹചര്യത്തിൽ ഒരു കൂട് സ്ഥാപിച്ച വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പുലിയെ പിടിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഇപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാലപ്പള്ളി മേഖലയിൽ തന്നെ ജനവാസ മേഖലയിൽ തോട്ടത്തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് കാരിക്കുളം എന്ന ഭാഗത്ത് അവിടെ തോട്ടത്തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്ക് സമീപത്ത് പുലിയിറങ്ങി പശുക്കുട്ടിയെ പിടികൂടിയിരുന്നു. ഇത് 3-ാമത്തെ സംഭവം. ഇതിനിടയിൽ ഒരാഴ്ച മുൻപ് പാലപ്പള്ളിയിൽ തന്നെ ചൊക്കര ഭാഗത്ത് കാറിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാർ പുലി റോഡ് മുറിച്ചു കിടക്കുന്നത് കണ്ടിരുന്നു. എന്തായാലും ഈ പ്രദേശത്ത് ഒരു 3-4 കിലോമീറ്റർ പരിധിയിലുള്ള പ്രദേശത്ത് പുലിയുടെ ശല്യം എപ്പോഴും ഉണ്ടാകാം എന്ന ഭയന്ന് കഴിയുകയാണ് ഇപ്പോൾ നാട്ടുകാർ. പുലിയെ പിടികൂടണമെന്ന ആവശ്യം ഇപ്പോൾ ഏറെ ശക്തമായിട്ടുണ്ട്. ഷമി. തിയോഫിനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.